നമസ്കാരം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്താകരുത് എന്നതിന് തെളിവാണ് സുധാകരൻ. നമ്മുടെ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകനും ജനങ്ങളെ സേവിക്കാൻ എന്തെങ്കിലും അധികാര കസേരകൾ വേണം. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? എല്ലാ കാലത്തും തനിക്ക് പൊതുജനങ്ങളെ സേവിക്കണമെന്നുണ്ടെങ്കിൽ അധികാര കസേരകൾ കൂടിയേ തീരൂ എന്ന് ഏത് പാർട്ടിയുടെ ആയിരുന്നാലും മുതിർന്ന നേതാക്കന്മാർ വാശി പിടിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതുകൊണ്ടുള്ള അർത്ഥം? നിങ്ങൾ തന്നെ ആലോചിക്കുക. 75 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതമാണ് സുധാകരൻ്റേത്. എന്താണ് അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ടത്, അല്ലെങ്കിൽ ഈ പാർട്ടി അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്? അദ്ദേഹം നേരത്തെ പ്രായപരിധിയുടെ അടിസ്ഥാനപ്പെടുത്തി 2021 മുതലാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് അദ്ദേഹം വിശ്രമ ജീവിതത്തിലേക്ക് പോകുന്നത്. ഒരു പൊതുപ്രവർത്തകനായിരുന്നു എങ്കിൽ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അധികാര കേന്ദ്രങ്ങൾ ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹം എവിടെ ഉണ്ടായേനെ? ജനങ്ങൾക്കിടയിൽ ഉണ്ടായേനെ. സുധാകരൻ എങ്ങനെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ നിരാശയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്ന എല്ലാവരുമായിട്ടും അതിന്റെ അസഹിഷ്ണുതയിൽ അദ്ദേഹം പലപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നിപ്പോൾ അദ്ദേഹം ഈ 75 വർഷത്തെ കാലാവധിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 4 ടേൺ അദ്ദേഹം MLA ആയി. എത്ര? 4 ടേൺ, അതായത് 20 വർഷം. VS അച്യുതാനന്ദൻ പോലും ആയിട്ടില്ല 4 ടേൺ, അല്ലെങ്കിൽ 20 വർഷം തുടർച്ചയായിട്ട് അദ്ദേഹം MLA ആയിട്ടില്ല. അതിൽ 2 ടേൺ, അതായത് 10 വർഷം അദ്ദേഹം മന്ത്രിയായിരുന്നു. അതിനു മുന്നോടിയായിട്ട് അദ്ദേഹം മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു, ജില്ലാ കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്നു, സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. തുടങ്ങി വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ട് അധികാര കസേരകളിൽ നിന്ന് അധികാര കസേരകളിലേക്ക് എത്തിയ മനുഷ്യൻ 10 വർഷം അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ തനിക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, തൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിന് അധികാര കേന്ദ്രം കൂടിയേ തീരുള്ളൂ എന്ന് ചിന്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഓരോ സഖാക്കന്മാർക്കും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ളവർ ഉണ്ടാക്കുന്ന ഒരു നരേഷൻ ഉണ്ട്, നല്ല കമ്മ്യൂണിസ്റ്റ്. ഇനി മുതൽ സുധാകരൻ നല്ല കമ്മ്യൂണിസ്റ്റ് ആണ്. ഇന്നലകളിൽ ഇദ്ദേഹം അവരെല്ലാം വിമർശിച്ചിരുന്ന സമയത്ത് സംസ്കാരമില്ലാത്തവനായിരുന്നു. ഇയാളുടെ കവിത വായിച്ചിട്ട് ഇത്രയും പൊട്ടത്തരം പിടിച്ചൊരു മനുഷ്യനെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല എന്ന് അധിക്ഷേപിച്ചവരോടൊപ്പം പോയി നിന്ന് ഇനിയിപ്പോ ഈ പ്രസ്ഥാനത്തെ അങ്ങ് തോൽപ്പിച്ച് കളയാമെന്നാണ് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു തെറ്റായ ധാരണ മാത്രമാണെന്ന് തൊട്ട് മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കാര്യമുണ്ട്, ഈ അധികാര കസേരകളിൽ ഇരുന്ന് അതിന്റെ ഭ്രമം ബാധിച്ച നേതാക്കന്മാരെ അതിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ അവർക്ക് ഈ മാനസികമായിട്ടുള്ള ചികിത്സ കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി പ്രസ്ഥാനം ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാര്യം കസേരകളില്ലാതെ, അധികാരങ്ങളില്ലാതെ, എന്നാൽ ഇതൊന്നുമില്ലെങ്കിൽ പിന്നീട് പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കില്ല, ജനങ്ങൾക്കിടയിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി അദ്ദേഹം ഇടപെടത്തില്ല, എനിക്ക് വേദി തരണം, കസേര തരണം എന്ന പിടിവാശിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്വന്തം വീട്ടിലൊരു വ്യക്തി ഉണ്ടായിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഈ പറയുന്ന പിടിവാശിക്ക് അടിസ്ഥാനപ്പെടുത്തി അവരെ എല്ലാ ഇടങ്ങളിലും ഉൾക്കൊള്ളാൻ പറ്റും. ഉൾക്കൊള്ളും. എങ്ങനെ ഉൾക്കൊള്ളും? മനസ്സില്ലാ മനസ്സോടെ ഉൾക്കൊള്ളേണ്ടി വരും. അതേ സുധാകരന് സംഭവിച്ചിട്ടുള്ളൂ. അധികാരം മൂത്തിട്ട് തൻ്റെ പിൻതലമുറക്കാരെ അംഗീകരിക്കാനുള്ള മടി, താനിരുന്ന കസേരയിൽ മറ്റൊരാൾ ഇരുന്നിട്ട് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയാൽ അതൊക്കെ മോശമാണെന്ന രീതിയിൽ കാണാനുള്ള ഒരു മനോഭാവം, ഇതെല്ലാം തെളിയിക്കുന്നത് ഞാനെന്ന ഭാവമുള്ള ഒരു 916 സ്വയം പൊങ്ങിയായിരുന്നു സുധാകരൻ എന്ന് പറയേണ്ടി വരികയാണ്. ആരെങ്കിലും ഇത് പറയണ്ടേ? കാര്യം അധികാരം മൂത്ത് ഇനിയിപ്പോൾ 75-ാം വയസ്സിലും ഞാൻ സ്വതന്ത്രനായി നിന്നാൽ, കാര്യം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നെ ഞാനാക്കിയത് പ്രസ്ഥാനമല്ല, ഞാനെന്ന സുധാകരനാണ് നാട്ടുകാർക്കെല്ലാം വലിയ സ്വീകാര്യൻ എന്ന് ചിന്തിക്കുന്ന വ്യക്തി. അതിന് കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോയിൽ പിണറായി വിജയൻ പറഞ്ഞ കാര്യം മാത്രമാണ് ഇങ്ങനെ ചിന്തിക്കുന്ന എല്ലാ സഖാക്കന്മാർക്കുമുള്ള മറുപടി. എന്തായാലും സുധാകരൻ പോയി എന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ വാർത്താ ആഘോഷങ്ങൾക്ക് ശേഷവും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാലം വരെ ഒരു വലിയ ആഘോഷം തന്നെയാണ്. അതിനുശേഷം ആ ആഘോഷത്തിൽ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന സുധാകരൻ ഇനി നാളെ മുതൽ എന്താണ് ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയെന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. കാര്യം ഇതിനേക്കാൾ വലിയ കൊടികുത്തിയ നേതാക്കന്മാരായിരുന്നു ഗൗരിയമ്മ, MV രാഘവൻ. ഒടുവിൽ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തു പോയതിനു ശേഷം എന്ത് സംഭവിച്ചു എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഇടതുവിരുദ്ധ മാധ്യമ പ്രവർത്തകരിലെ നല്ല കമ്മ്യൂണിസ്റ്റ് ആകാനും മികച്ച കമ്മ്യൂണിസ്റ്റ് ആകാനും അവരുടെ സർട്ടിഫിക്കറ്റിനും അവരുടെ ചാപ്പയിലും ഇങ്ങനെ മനോമുകുളം കണ്ട് അവർ കുഴിച്ച കുഴിയിലേക്ക് എടുത്തു ചാടിയ സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ ഇന്നത്തെ തീരുമാനം പ്രഖ്യാപനത്തോടെ സംഭവിച്ചൊരു കാര്യം, ആ ഒരു സഖാവ് അകാലത്തിൽ പൊലിയുകയാണ്. സഖാക്കന്മാർക്കിടയിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്ന എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറക്കുകയാണ്. പുതിയ ബന്ധങ്ങളിലേക്ക് കടക്കുമ്പോൾ ഞാൻ അധികാര കസേരകളിൽ എത്തിക്കഴിഞ്ഞാൽ സുധാകരൻ തന്നെയാണെന്ന് പറയുമ്പോൾ സുധാകരനാക്കിയത് മറ്റൊന്നുമല്ല, ഈ പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണെന്ന് അയാൾ സ്വയം തെളിയിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം.